കസ്റ്റമർ വരുന്നു, ഇത് എന്തൊക്കെയോ ഇഷ്ടപ്പെട്ടില്ല ആൾ പോകുന്നു, ഓക്കെ, അടുത്ത ആളും വീണ്ടും അതേ പ്രോബ്ലം വരുന്നു പോകുന്നു. അപ്പോൾ ഇങ്ങനെ ഒരുപാട് ഈ ഒരു പാറ്റേൺ റിപ്പീറ്റ് ചെയ്യാറുണ്ട്. ഞങ്ങളൊക്കെ നമ്മളെ പഠിപ്പിച്ചത് നമ്മൾ അഡ്വൈസ് ചെയ്യാറുള്ള സ്ട്രാറ്റജി പലപ്പോഴും പല ആളുകളും ഫോളോ ചെയ്യാറില്ല. ഒബ്ജക്ഷൻ ഡയറി. ഒരു കസ്റ്റമർ വന്നാൽ അയാൾ എന്തൊക്കെ ഒബ്ജക്ഷൻസ് പറയുന്നു എന്നുള്ളത് എഴുതി വെക്കാൻ വേണ്ടിയിട്ടുള്ള ഓഫീസിലുള്ള അറ്റൻഡൻസ് ബുക്ക് പോലെയുള്ള കാര്യമാണ് ഒരു ബുക്കാണ് ഒബ്ജക്ഷൻ ഡയറി എന്ന് പറയുന്നത്. നിങ്ങൾ ഈ ഒബ്ജക്ഷൻ ഡയറി ഒന്ന് ട്രൈ ഔട്ട് ചെയ്യുക. നിങ്ങൾക്ക് മനസ്സിലാക്കാൻ കഴിയും ഒരു വളരെ കുറച്ച് ഒബ്ജക്ഷൻസ് മാത്രമേ ഈ കസ്റ്റമർ നമ്മുടെ മുന്നിൽ പ്രസന്റ് ചെയ്യൂ. അതവിടെ എഴുതി വെക്കാം. എഴുതി വെച്ച് കഴിഞ്ഞാൽ അത് നമ്മുടെ കൂട്ടായിട്ടോ അല്ലെങ്കിൽ മാനേജ്മെന്റിന്റെ തീരുമാനം ഈ ഒബ്ജക്ഷൻ എങ്ങനെ കോമണായിട്ട് മറികടക്കണം. കസ്റ്റമർ ഒരു ഇന്ന കാരണം കൊണ്ട് വാങ്ങിച്ചില്ല, ഒരു പ്രോബ്ലമാണ്. അപ്പോൾ എന്താണ് സൊല്യൂഷൻ? അത്തരത്തിലുള്ള കസ്റ്റമർ നമുക്ക് വരുന്ന കസ്റ്റമേഴ്സിൽ 30% പോയിട്ടുണ്ടെങ്കിൽ നിങ്ങൾ പറഞ്ഞ 1-2 കാരണം കൊണ്ടേ പോയിട്ടുണ്ടാവും. അത് നമ്മൾ എഴുതി 30 ആളെ നമ്മൾ ആകെ നോക്കുമ്പോൾ 2 കാരണമേ ഉള്ളൂ. ഈ 2 കാരണം നമ്മൾ പരിഹരിച്ചു കഴിഞ്ഞാൽ അത് മാത്രമല്ല അനിഫിക, ഈ ബുക്കാണ് നാളെ പുതിയതായിട്ട് നമ്മുടെ ഷോപ്പിലോട്ട് വരുന്ന ന്യൂ കമേഴ്സ്, അതായത് ജോലിക്കാരുടെ ബൈബിളും ഖുറാനും ഭഗവത്ഗീതയും. അവനറിയാം അവന് ഈ പ്രോബ്ലംസ് ഹാൻഡിൽ ചെയ്യാൻ പഠിച്ചു കഴിഞ്ഞാൽ ബ്യൂട്ടിഫുൾ ആയിട്ട് പെട്ടെന്ന് നമുക്ക് ജോബിലോട്ട് കയറാൻ കഴിയും. ഒബ്ജക്ഷൻ ഡയറി തീർച്ചയായിട്ടും ഏത് ഷോപ്പിലും ചെറിയൊരു കടയാണെങ്കിൽ പോലും ഒബ്ജക്ഷൻ ഡയറി എഴുതി. ഒബ്ജക്ഷൻ എന്ന് പറഞ്ഞാൽ തടസ്സങ്ങൾ. പക്ഷേ ഇതൊന്നും മെയിൻറ്റെയിൻ ചെയ്യുന്നില്ല. എത്രയോ പേര് കയറുന്നു. അതെ, അത് സ്വാഭാവികം എന്നുള്ള രീതിയിൽ പഠിച്ചുകൊണ്ട് ആ സമയത്ത് പഠിച്ചുകൊണ്ട് ഇതിന്റെ ബിസിനസ് എനിക്ക് പോകുള്ളൂ. നമ്മൾ 2-3 ഉണ്ടാവും. അതെന്താ അറിയാം, കറണ്ട് വീട്ടിൽ കണ്ടു പോകുമ്പോൾ നമ്മൾ ആദ്യം നോക്കുന്നത് എന്താ, അടുത്തുള്ള വീട്ടിൽ കണ്ടു വീട്ടിലുള്ള ഇവിടെ കച്ചവടം നടന്നില്ല, അപ്പുറത്തോട്ട് എടുത്ത് നോക്കുന്നു, അവിടെ കച്ചവടം ഇല്ല. അവിടെ ഈ പ്രശ്നങ്ങൾക്ക് പരിഹാരം കൊണ്ടു കഴിഞ്ഞാൽ നമ്മുടെ ടീമിലോട്ട് അത് എഡ്യൂക്കേറ്റ് ചെയ്യപ്പെട്ട് കഴിഞ്ഞാൽ പുതിയതായിട്ട് വരുന്ന ആളുകൾക്കും ഇതുപോലെ തന്നെ കൈമാറ്റം ചെയ്യപ്പെട്ട് കഴിഞ്ഞാൽ ബ്യൂട്ടിഫുൾ ആയിട്ട് കണ്ടിന്യൂസ് ആയിട്ടുള്ള ബിസിനസ് ആയിട്ട് മാറും. അതെ, ഇത് മാർക്കറ്റ് സ്റ്റഡി വേണ്ടെന്നല്ല നമ്മൾ പറഞ്ഞത്. കോമ്പറ്റീറ്ററെ തോൽപ്പിക്കാനുള്ള സ്റ്റഡിയും അദ്ദേഹത്തിന് വേണ്ടി എതിരെ ഇറങ്ങി അദ്ദേഹത്തെ തോൽപ്പിക്കാൻ മാർക്കറ്റ് സ്റ്റഡി നടത്തും. മാർക്കറ്റിൽ ബന്ധം നടക്കുന്നുണ്ട്. കസ്റ്റമേഴ്സ് എത്ര ഉണ്ട്, എവിടേക്കാണ് അവർ പോകുന്നത്, അവരുടെ പാറ്റേൺ എന്താണ്, അവരുടെ മൈൻഡ് സെറ്റ് എന്താണ്, നിരന്തരം പഠിച്ചുകൊണ്ടിരിക്കണം. അത് തൊട്ടടുത്ത ഷോപ്പുകളാണ് സെയിം ചെയ്യുന്ന ആളുകളൊക്കെ പഠിക്കണം. പഠിക്കേണ്ടതെന്നല്ല നമ്മൾ പറയുന്നത്. പഠിച്ചാലേ ഒരു മാർക്കറ്റിൽ അദ്ദേഹം നാളെ ബാക്കി ഉണ്ടാവുള്ളൂ. പക്ഷേ അതിനർത്ഥം അദ്ദേഹത്തെ തോൽപ്പിക്കാൻ വേണ്ടിയിട്ട് അത് ഞാൻ എപ്പോഴും പറയുന്ന ഒരു സാധനമുണ്ട്, നമ്മൾ എന്തിനാണ് പ്രൈസ് കുറക്കുന്നത്. ഞാൻ ഈ ഒരു എന്റെ കോമ്പറ്റീറ്ററിൽ നിന്ന് മത്സരിച്ച് എന്റെ പ്രൈസ് ഞാൻ കുറക്കുന്നു വെക്കും. ഞാൻ അദ്ദേഹത്തിന്റെ കയ്യിൽ ആകെയുള്ള ഒരു 4 കസ്റ്റമേഴ്സ് ഉണ്ടാവും. അല്ലെ, അതിനെ കിട്ടാൻ അതായത് എളുപ്പം ഒരു കുളത്തിൽ നിന്ന് പെട്ടെന്ന് മീപിക്കാനാണ്. അദ്ദേഹത്തിന്റെ 4 കസ്റ്റമേഴ്സ് ഉണ്ട്, അദ്ദേഹം നല്ലോണം ട്രീറ്റ് ചെയ്യുന്നത്. അവരെ കിട്ടാണ് അദ്ദേഹത്തിന് വലിയ താഴെ നിൽക്കുന്നത്. എന്നാൽ ഈ 4 പേരിലേക്ക് നോക്കുന്നതിന് പകരം ഞാൻ ഈ പാരാവാരം കാണുന്ന എത്രയോ കസ്റ്റമേഴ്സ് ഈ ലോകത്തിൽ അവരിലേക്ക് ഒന്ന് നോക്കിയിരുന്നെങ്കിൽ 4 കോടികൾ വരുമായിരുന്നല്ലോ. ശരിക്കും ലോകത്ത് നടക്കുന്ന ഇത്തരം കോമ്പറ്റീറ്റീവ് മത്സരങ്ങളൊക്കെ അവർ ഇത്തരത്തിലുള്ള 3-4 പേരിലേക്ക് നോക്കുന്നതുകൊണ്ടാണ് അതില്ലാണ്ടാവുന്ന സത്യത്തിൽ. അതെ, അതില്ലാതെ നേരെ ഈ പാരാവാരത്തിലേക്ക് ഞാൻ എപ്പോഴും പറയും, എന്നെ ചിലപ്പോൾ ഒരു 1% പോലും എന്നെ ഇവിടെ ഈ ലൊക്കാലിറ്റിയിലേക്ക് അറിയില്ല. 1% പോലും അറിയില്ല. അത് ഞാൻ 2% ആക്കിയിരുന്നല്ലോ. ഞാൻ അതിൽ പറയുന്നത് ചെയ്യുന്നത് അങ്ങനെ വിൽക്കുന്നുണ്ട്, അവൻ അവിടെ പോയി അങ്ങനെ കിട്ടും, അതിനാണ് ഞാൻ ഇവിടെ കുറച്ച് തരാൻ പറയുന്നത് എന്ന് ഈ കാര്യം നമ്മൾ നിർത്തുന്നു. ബിസിനസ്സുകാർ നിർത്തി പകരം നമ്മളെ മറ്റുള്ളവർക്ക് അറിയിക്കാൻ വേണ്ടിയുള്ള പരിപാടികൾ ചെയ്ത് മാർക്കറ്റിംഗ് ചെയ്ത് പുതിയ ആളുകൾ നമ്മളിലേക്ക് എത്തിക്കാൻ അപ്പോൾ ഒരു കാംനെസ് സ്റ്റൈൽ, ഒരു കാംനെസ് മാർക്കറ്റ് നമ്മൾ ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഭയങ്കര സങ്കടം എന്താ അറിയോ, ഇങ്ങനെയൊക്കെ കൊണ്ടുവരുന്ന കസ്റ്റമേഴ്സ് ഉണ്ട് ചില സമയങ്ങളൊക്കെ വാങ്ങി പോകുമ്പോൾ നമ്മൾ സൂക്കിൽ നിൽക്കുന്ന ആളുകൾ ഒരു ഞാൻ പറഞ്ഞു വരുമ്പോൾ കോമ്പറ്റീഷനെ കുറിച്ച് പറയുമ്പോൾ പറയണമെന്ന് തോന്നി പറയാം. നമ്മൾ എത്ര സമയം വിളിച്ചു നമ്മുടെ ഫ്രണ്ട്സിനെ എന്റെ ഫ്രണ്ട്സിനെ വരാൻ കോൺടാക്ട് ഫോൺ വാങ്ങി പുറത്തേക്ക് പോകുമ്പോൾ വഴി വെച്ച് കയ്യിൽ നിന്ന് ബാഗ് നോക്കണം, ഏതോ നിങ്ങളോട് വാങ്ങിച്ചു വാങ്ങിയറിയാം, ബാഗ് കണ്ടറിയാം, ഇതിന് എത്രക്കാണ് വാങ്ങിച്ചത്, ഇത്രക്ക് നഷ്ടത്തിനുള്ള പ്രൈസ് വാങ്ങിച്ച് ഞങ്ങൾ ഇത്രക്കാണ് കൊടുക്കുന്നത് എന്ന് പറയുന്ന തരത്തിലുള്ള കോമ്പറ്റീറ്റേഴ്സ് പറയുന്നത്. കാരണം അദ്ദേഹത്തിന്റെ കസ്റ്റമർ മാർക്കറ്റ് കസ്റ്റമർ അല്ല, അതിന് നമ്മൾ കൊണ്ടുവന്നതാണ്. പക്ഷെ ഇതൊന്നും നോക്കുന്നില്ല. വെറുതെ പുറത്ത് നിന്ന് ഏതൊരു ഷോപ്പിന്റെ വാതിൽ നിന്ന് ആർക്കും ചെയ്യാൻ പറ്റുന്ന വിഡിത്തങ്ങളാണൊക്കെ. പുറത്ത് ഷോപ്പിന്റെ പുറത്ത് നിന്നിട്ട് അത് അത്രയാണ് വെറുതെ 10 രൂപ ഒരു ടിക്കറ്റ് കിട്ടിയതില്ല. ഇങ്ങനെ കുറച്ചിട്ട് ഇത്തരത്തിൽ ഒരു എത്തിക്സും ഇല്ലാത്ത മത്സരങ്ങൾ നടത്തുന്ന നമ്മൾ ചെറിയ ബിസിനസിനെ കുറിച്ച് പറയുമ്പോഴാണ് ഈ പറയുന്നത്. ഒരു എത്തിക്സും ഇല്ലാത്ത ഇത്തരം മത്സരങ്ങൾ നടത്തുന്ന ആളുകൾ ഇവരൊക്കെയാണ് ഈ ടാക്സ് വെട്ടിപ്പോ അത്രയും പൈസ കുറച്ച് കൊടുത്താൽ ഇതൊന്നും നേരിട്ട് ചെയ്യുന്ന ആൾക്ക് ഇന്ത്യക്ക് കാര്യം എല്ലാം ഇന്ത്യക്കാരും പിന്നെ സാധാരണ എന്ന് പറയാം. ചില ആളുകൾ നമ്മളോട് എന്താ അതൊക്കെ സാധാരണ ബിസിനസ് ആണ്. എന്താണ് ബിസിനസ് സാധാരണ? ഇത് ബിസിനസ് സാധാരണയാണോ? ഒരു ഷോപ്പിൽ നിന്ന് വാങ്ങാൻ പോകുന്ന അന്വേഷിക്കുന്നവർ പറയുന്ന പോലെ ഇല്ലല്ലോ. വാങ്ങി പോകുന്ന ആളെ വഴി നിർത്തി ബാഗ് നോക്കിയിട്ട് വെറുതെ അതിന് കുറച്ച് അവിടെ ഒരു പ്രോബ്ലം ഉണ്ടാക്കുന്നു. ഇത്തരത്തിൽ ഒരുപാട് എനിക്ക് നല്ല ഒരുപാട് അനുഭവങ്ങൾ ഉണ്ടായിരിക്കും. ഇതുകൂടെ അവിടെ കിട്ടിയ അവസരത്തിൽ പങ്കുവെക്കുന്നുണ്ട്. ഓക്കെ, അപ്പോൾ നമുക്ക് ഇതുകൂടെ ഒരുപാട് കാര്യങ്ങളുണ്ട്. നമുക്ക് ഇതിലും ബെറ്റർ ആയിട്ട് കസ്റ്റമേഴ്സ് നമുക്ക് കുറച്ച് കാര്യങ്ങൾ കമന്റ് ചെയ്യാണെങ്കിൽ അവർ കമന്റ് ചെയ്യട്ടെ, എന്തൊക്കെ പ്രോബ്ലംസ് ആണ് അവർ ഫേസ് ചെയ്യുന്നത്, നമുക്ക് എന്തെങ്കിലും സൊല്യൂഷൻസ് ഷെയർ ചെയ്യാൻ സാധിക്കുമോ, അല്ലെങ്കിൽ നമ്മൾ പറഞ്ഞ കാര്യങ്ങൾ അവരുടെ ബെറ്റർ ആയിട്ടുള്ള കാഴ്ചപ്പാടുകൾ എന്തെങ്കിലും ഷെയർ ചെയ്യാൻ നമുക്ക് കസ്റ്റമേഴ്സ് മാത്രമല്ല ബിസിനസ് എല്ലാവർക്കും നമ്മൾ ഒരുപാട് കമന്റ്സ് നമ്മൾ പ്രതീക്ഷിക്കുന്നുണ്ട്. അത് നമ്മളെ അപ്ഡേറ്റ് ചെയ്യാം. നമുക്ക് മാത്രമല്ല ഇത് കേൾക്കുന്ന എല്ലാവർക്കും അപ്ഡേറ്റ് ചെയ്യാൻ ഒരു കാരണമാകും. നമ്മുടെ ഹെൽത്തി ടോക്സ് ആണ് ഉദ്ദേശിക്കുന്നത്, സ്മൈൽ ടോക്സ് ആണ് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ എല്ലാവർക്കും ഇത് വീക്ഷിക്കുന്ന എല്ലാവർക്കും താങ്ക്സ്. ആക്റ്റീവായിട്ട് നിങ്ങൾ ഈ ഡിസ്കഷനിൽ അത് ചെയ്യുക. നമുക്ക് വാട്സ്ആപ്പ് ഗ്രൂപ്പ് ഉണ്ട്, ഗ്രൂപ്പിൽ നിങ്ങൾ ആക്റ്റീവ് ആവുക, ചോദ്യങ്ങൾ നമുക്ക് ഷെയർ ചെയ്തുകൊണ്ട് നമുക്ക് ഒരുമിച്ച് പറയാം. താങ്ക് യു. സ്മൈൽ ടോക്സ്.